ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നല്ല തണുപ്പാണ്. ഞാൻ മഴ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു. ഇത് സ്വെറ്ററൊക്കെ ഇട്ട് ബ്ലാങ്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പരസ്യമായിട്ടായാലും അല്ലാതെ ആയാലും നമ്മളെ അപമാനിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് പല സ്ഥലത്തും പലരും മനസ്സറിയാത്ത കാര്യത്തിന് എനിക്ക് അപമാനം കിട്ടിയിട്ടുണ്ട്. അത് ഇന്നും മുതലല്ല, വളരെ ചെറുപ്പം മുതൽ. അത് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ക്യാരക്ടർ കൊണ്ട് ഒന്നല്ല അപമാനം നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ, അവർക്കൊരു തോന്നലാണ് ഞങ്ങളാണ് വലിയ ആൾക്കാർ, അല്ലെങ്കിൽ ഞങ്ങളാണ് എല്ലാം തികഞ്ഞവർ എന്നുള്ളൊരു ചിന്ത, ഒരു തോന്നലുള്ളവരാണ് മറ്റുള്ളവരെ അപമാനിക്കുക. അല്ലാതെ നന്മ ഉള്ള മനസ്സുള്ളവർ ഒരിക്കലും യാതൊരു രീതിയിലും ഒരാളെ അപമാനിക്കാൻ തയ്യാറാവില്ല. കാരണം എൻ്റെ വളരെ ചെറുപ്പത്തിലെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. എനിക്ക് വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് ഇപ്പോഴും ആ കൂട്ടുകാരികളോട് വിഷമമൊന്നുമില്ല, എങ്കിലും ഒരു സങ്കടം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരോടും പെരുമാറുന്ന രീതി, നമ്മളെ വീട്ടിലെന്താണ് കണ്ടു വളരുന്നത് അതായിരിക്കും നമ്മൾ പെരുമാറുക. പിന്നെ ചില കുട്ടികളുണ്ട് അല്ലാതെയും പുറത്തുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യണതൊക്കെ ഉണ്ട്. ഈ സംഭവം നടക്കുന്നത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ അപമാനം, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5, 6, 7 വയസ്സ്, 40 കൊല്ലം മുമ്പത്തെ കാര്യമായിട്ടേ പറയണം. അപ്പോൾ ഈ 7 വയസ്സുള്ള സമയത്ത് ഞാൻ പഠിക്കാൻ അത്ര മിടിക്കൊന്നായിരുന്നില്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആവറേജിൽ വേണമെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ, പഠിക്കണം എന്തിനാണെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന 2 കൂട്ടുകാരികൾ, അവർ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ദിവസം ടീച്ചർ ക്ലാസ് ഇല്ലാതിരുന്ന സമയത്ത് പറഞ്ഞ് സംസാരിക്കുന്നവർ, വർത്തമാനം പറയുന്നവരുടെ പേര് എഴുതി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പേര് എഴുതി വയ്ക്കാൻ പറഞ്ഞ് ഇവർ 2 കുട്ടികൾ പേരെഴുതി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആരും സംസാരിക്കണില്ല, എല്ലാവരും പേടിച്ചിട്ട് ടീച്ചറെ നല്ല അടി കിട്ടും. അടിയെന്ന് പറഞ്ഞാൽ നല്ല അടി കിട്ടും. അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ കയ്യിലൊരു പെൻസിലുണ്ട് കേട്ടോ, സ്ലേറ്റ് പെൻസിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പെൻസിൽ താഴെ വീണപ്പോൾ ഞാനത് കുനിഞ്ഞിന്ന് എടുത്ത വഴി ഈ കുട്ടി പേരെഴുതി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പഠിക്കാത്ത കുട്ടികൾ അനങ്ങിയാലും പേരെഴുതി വയ്ക്കും. അപ്പം എനിക്ക് അപ്പം തുടങ്ങി പേടി, എനിക്ക് അടി കിട്ടുന്നുള്ളത് ഉറപ്പായി, എനിക്ക് നല്ല അടി കിട്ടുന്നുള്ളത് ഉറപ്പായി. അപ്പം ഞാൻ എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ടീച്ചർ വന്നപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ വർത്താനം പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ നിന്ന് പെൻസിൽ പോയപ്പോൾ പെൻസിൽ കുഞ്ഞെടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടീച്ചറുടെ ഒരു കസിൻ്റെ മോളും ഉണ്ട് കേട്ടോ ക്ലാസ്സിൽ. ആ കുട്ടി അവളുടെ കൂട്ടുകാരിയും കൂടെ കൂടിയിട്ടാണ് ഈ പേരെഴുതിയത്. അങ്ങനെ ടീച്ചർ നോണ പറയണോടി എന്നും പറഞ്ഞിട്ട് എന്നെ അടിച്ചു. അത് പാവാട പൊക്കിയാണ് അടിച്ചു, കുഞ്ഞു പാവാട നിന്നിട്ടിരുന്നു, യൂണിഫോമൊന്നും ഇല്ല ഞങ്ങൾക്കന്ന് LP സ്കൂളിൽ. അടിച്ചു. ഞാൻ കരഞ്ഞ് വിളിച്ച് വീട്ടിലേക്ക് ചെന്നിട്ട്, അമ്മ എന്നെ ടീച്ചർ അടിച്ചമ്മ, ഞാൻ വർത്താനം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെയാണ് പറഞ്ഞത്, സാരമില്ല പോട്ടെ, അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നീട് അതിനുള്ള മറുപടി അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, അത്ര ചെറുപ്പത്തിലെ അവർക്ക് അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്തത്, അവരാണ് തെറ്റ് ചെയ്തത് അല്ലേ, അവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ കുഞ്ഞു മനസ്സിലെ ഈഗോ അല്ലേ, അതാണ്. അപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും എനിക്കുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവരത് അങ്ങനെ ചെയ്തത്. പിന്നീട് ഞാനത് തിരിച്ചറിഞ്ഞു എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ വർഷങ്ങൾക്ക് ശേഷം കല്യാണമൊക്കെ, പിന്നൊന്നും ആരും എന്നെ അങ്ങനെ പറയുകയും ചെയ്തിട്ടൊന്നുമില്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജോലി ചെയ്യണ്ടല്ലോ സ്വന്തമായിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശമായ രീതിയിൽ എന്നെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം പരസ്യമായിട്ട്. അപ്പോൾ അന്ന് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നമ്മൾ നല്ല കുടുംബത്തിൽ പിറന്ന ആൾക്കാർക്ക് നമ്മളെ പറ്റിയിട്ട് മോശമായിട്ട് പറയുമ്പോൾ അത് വിട്ട് കളയാൻ തോന്നില്ല, നമുക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നല്ല തറവാട്, നല്ല കുടുംബം,
നല്ല വീട്ടിലൊക്കെ ജനിച്ചവർക്കാകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാനസികമായിട്ട് ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്ത സമയമായിരുന്നു. കാരണം നമ്മളറിയാത്തയും ചെയ്യാത്തയും കാര്യങ്ങളെ വളരെ മോശമായ രീതിയിൽ പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അതിനെ ഞാൻ തരണം ചെയ്ത് പോന്നു. കാരണം പറഞ്ഞവർക്കും അറിയാം പറഞ്ഞത് നുണയാണെന്ന്, കേട്ടവർക്കും അറിയാം കേട്ടത് നുണയാണെന്ന്, എനിക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം നുണയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വിട്ടു. അപ്പോൾ പിന്നീട് നമ്മൾ കുറച്ചും കൂടെയൊക്കെ പക്വതയൊക്കെ ആയി ഇങ്ങനെ വന്ന സമയത്ത് നമ്മളെ പരസ്യമായിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ടും അപമാനിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളെ ആരെങ്കിലും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമ്മളെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മളല്ല അതിന് കാരണക്കാർ. നമ്മൾ സ്നേഹത്തോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് തിരിച്ച് അവർ വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ വൈകല്യം തന്നെയാണ്. നല്ല മനസ്സില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർക്കതങ്ങനെ പറയണത്. അവരങ്ങനെ പറയാൻ അവരെ പ്രചോദനം എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ വൈകല്യമാണ്. കാരണം ഒരിക്കലും അവർക്കതിനെ നിവൃത്തിയാക്കിയെടുക്കാൻ സാധിക്കില്ല. അതിനൊരു ഈശ്വരാനുഗ്രഹം വേണം. നല്ല മനസ്സും ദയയും ഉള്ളവർക്കേ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു ദയയോട് കൂടിയോ അല്ലെങ്കിൽ ധാർഷ്ട്യമില്ലാതെയും സംസാരിക്കാൻ പറ്റുള്ളൂ. ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുന്നവരാരാണോ അവരെവിടെ പോയി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അമ്പലത്തിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളുടെ സഹജീവികളോടുള്ള ഒരു ദയയാണ് വേണ്ടത്, അല്ലേ? ആ ദയയില്ലാത്ത ആൾക്കാർ എന്ത് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അവർക്ക് മനസ്സമാധാനം കിട്ടില്ല. മനസ്സമാധാനം കിട്ടാത്തതിൻ്റെ ഫാക്റ്റ് അവർ തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. കാരണം ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് പറയുകയോ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. പക്ഷേ എന്നെ ആരെങ്കിലും ഇപ്പം അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇത്ര വിചാരിക്കുള്ളൂ, ദൈവമേ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണല്ലോ നമ്മളെ ആ പറയണമെന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. പക്ഷേ അത് അവരുടെ ഉള്ളിൽ കിടക്കും. അവർ പറയുക ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞതൊക്കെ പറയും. പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ തിങ്സ് ഉണ്ടാവും. അതിങ്ങനെ കിടന്ന് അവസാനം എന്താവും? ലിവർ പോകും, കിഡ്നി പോകും, അത് പോകും, ഇത് പോകും, അങ്ങനെയൊക്കെ ആയിട്ട് അവസ്ഥയിലേക്ക് എത്തും. അത് നമ്മൾ ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങളത് ഈശ്വരനോട് പ്രാർത്ഥിക്കൂ. ഈശ്വരനോട് പറയും, എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് ധരണം തരണം, അങ്ങനത്തെ കാര്യങ്ങളല്ല. എനിക്ക് മനസ്സമാധാനം തരണം എന്നല്ല പറയണത്. ഭഗവാനെ എനിക്ക് നല്ല മനസ്സ് തരൂ, എനിക്ക് നല്ല മനസ്സുണ്ടാവണേ, എനിക്ക് നല്ലത് ചിന്തിക്കാൻ സാധിക്കണേ, നല്ലത് പറയാൻ സാധിക്കണേ, നല്ലത് പ്രവർത്തിക്കാൻ സാധിക്കണേ. ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് പറഞ്ഞു നോക്കിയേ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവും, മനസ്സിന് സന്തോഷം ഉണ്ടാവും. മറ്റുള്ളവരെ കാണുമ്പോൾ മനസ്സിൽ കറയില്ലാതെ ചിരിക്കാൻ പറ്റും. മനസ്സിൽ കറയില്ലാതെ ചിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ കണ്ണൊക്കെ തുറന്നു പിടിച്ചിട്ട് ചിരിക്കാം. അല്ലാത്ത ചിരി എങ്ങനെയാണെന്ന് അറിയാമോ? ഇതായിരിക്കും ഇങ്ങനെ. ഇപ്പോൾ ഒരു ഓണക്കളിയില്ലേ, ഓണക്കളിയിൽ ഇപ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ പാട്ട് വെച്ചിട്ട് കളിക്കുന്ന ഒരു കളിയില്ലേ, ആ കളിയിൽ പെൺകുട്ടികൾ ചിരിക്കണുണ്ടല്ലേ, ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് ചിരിച്ചിട്ട് കളിക്കണുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഏറ്റവും പാവം തോന്നും. അവർ ആ കളി കഴിഞ്ഞവർ ഇങ്ങനെ ചിരിക്കണ്ടേ ആർട്ടിഫിഷ്യലായിട്ട്. അപ്പോൾ അങ്ങനത്തെ ചിരിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റിയാൽ എന്താണ്? നിങ്ങൾക്ക് ആയുസ് കൂടും, ആരോഗ്യം കൂടും, ധനം വരും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും, നമുക്ക് നല്ല ജീവിതം മരിക്കുവോളം കിട്ടും, ആയുസ്സും നീട്ടിക്കിട്ടും, ആരോഗ്യവും നല്ലതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നോക്കിയും ശ്രദ്ധിച്ചൊക്കെ ജീവിച്ചാൽ ആർക്ക് കൊള്ളാം? നമുക്ക് കൊള്ളാം, അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരോടും സന്തോഷം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കും, ഒരാളുടെ ഒരു ഫോണിലായിരിക്കും നിങ്ങളത് കാണുക, അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടുമാണ് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ നോക്കണത് എന്നെ ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കണ്ണിലേക്കാണ് കേട്ടോ. കാരണം എൻ്റെ എക്സ്പെക്റ്റേഷൻ അങ്ങനെയാണ്. ഞാനൊരു ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ അതാണ്. ഞാൻ സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ഒരാൾ ഫോണിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ ഞാൻ അയാളുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നതെന്നുള്ള ഫീലിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നെ നോക്കിയിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ നന്ദി. നമസ്കാരം.